ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡി പി സ്വിച്ച് നമ്മൾ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. എ സിയുടെ കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ടി വിക്ക് വേണ്ടിയിട്ട് സെപ്പറേഷൻ കൊടുക്കാറുണ്ട്, അതുപോലെ മോട്ടറിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡി പി സ്വിച്ചാണ് കൊടുക്കുന്നത്. അതായത് 32 ആംസിൻ്റെ ഡി പി സ്വിച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഡി പി സ്വിച്ചാണ് ഈ കാണുന്നത്. ഡി പി സ്വിച്ചിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഡി പി സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്വിച്ചിന് സമാനമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ന്യൂട്രും ഫേസ് നമുക്ക് കട്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡി പി സ്വിച്ച് കൊടുക്കുന്നത്. സാധാരണ സ്വിച്ചുകൾ, വൺ വേ സ്വിച്ചുകളെല്ലാം തന്നെ നമുക്ക് ഫേസ് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ന്യൂട്രൽ ഡയറക്റ്റായിട്ട് എവിടേക്കാണോ ലൈറ്റ് എവിടേക്കാണോ അവിടേക്കാണ് ഈ ഫാൻ എവിടേക്കാണോ അതിലേക്ക് ഡയറക്റ്റാണ് പോകുന്നത്. പക്ഷേ ഡി പി സ്വിച്ചിൻ്റെ പ്രത്യേകത, ഡി പി സ്വിച്ച് നമുക്ക് ന്യൂട്രും ഫേസും കട്ട് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രും അതിലേക്ക് സപ്ലൈ ഉണ്ടാവില്ല, ഫേസും സപ്ലൈ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള മാർഗ്ഗം. ഇനി അതിൻ്റെ കാര്യങ്ങൾ, കണക്ഷൻസ് നോക്കുക. ഇൻപുട്ട് വരുന്നത് നമുക്ക് മെയിൻ സർക്യൂട്ടിലേക്ക് വന്ന ഇൻവെർട്ടർ സെക്ഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇൻവെർട്ടറാണ് വന്നിരിക്കുന്നത്. അത് നേരെ വന്നതിന് ശേഷം താഴത്തെ രണ്ട് പോളുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സ്വിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ മോൾഡിങ് തന്നെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് താഴെ കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്കാണ് സപ്ലൈ വരുന്നത്. കണ്ടോ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് താഴെ വരുന്ന സപ്ലൈ ഏതാണോ അത് നേരെ മുകളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂട്രൽ കൊടുക്കുകയാണെങ്കിൽ ന്യൂട്രലിൻ്റെ താഴെ കൊടുത്തു. അതിനുശേഷം ഫേസ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രും കൊടുത്തു. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്കാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ മുകളിലേക്ക് കണക്ഷൻ വരുന്നത് എവിടെയാണോ ഔട്ട് വരുന്നത് അവിടേക്കാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ പറയുന്ന ഡി പി സ്വിച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡി പി സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ ഔട്ട് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ രണ്ട് വയറുകളാണ് വരുന്നത്, ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രലാണ്. അത് ഇതേ പറഞ്ഞ പോലെ തന്നെ ആ മഞ്ഞ വയർ ഫേസായിട്ട്, ഇൻവെർട്ടർ ഫേസായിട്ട് മഞ്ഞിലേക്ക് കൊടുത്തു. ഇത് ന്യൂട്രൽ ഔട്ട് ആയതുകൊണ്ട്, ഔട്ട്പുട്ടിലെ ന്യൂട്രൽ ആയതുകൊണ്ട് അതിലേക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ തന്നെ ഒരു വയർ കൂടി കൊടുത്തു. അപ്പോൾ ഇൻഡിക്കേറ്ററിന് രണ്ട് വയറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് സപ്ലൈ വരും, താഴത്തെ സപ്ലൈ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എവിടെയാണോ ടി വി എവിടെയാണോ കൊടുത്തിരിക്കുന്നത്, മോട്ടറാണോ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് സപ്ലൈ പോകും. അതിൻ്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും. ഡി പി സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഡി പി സ്വിച്ചിൻ്റെ കറക്റ്റായിട്ട് എൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്വിച്ചിൻ്റെ കറക്റ്റായിട്ട് എംബ്ലം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് കറക്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇന്നിപ്പോൾ നമ്മൾ കൊടുത്ത പോലെ ആയിരിക്കില്ല പല കമ്പനികളുടെ ഡി പി സ്വിച്ച് വരുന്നത്. ചിലപ്പോൾ ഇത് നമ്മളിപ്പോൾ താഴെ നിന്ന് ന്യൂട്രൽ താഴെ കൊടുക്കണം, ഫേസും താഴെ കൊടുക്കണം. ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ട് മുകളിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ ചില ഡി പി സ്വിച്ചിൻ്റെ ഓൾറെഡി നമുക്ക് പാരലായിട്ടാണ് വരുന്നത്. അതായത് ഒരു സൈഡ് തന്നെ ന്യൂട്രലും ഫേസും കൊടുക്കണം, അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും റൈറ്റ് സൈഡിൽ കൊടുക്കും, ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ സ്വിച്ചിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ടോ അത് നോക്കിയിട്ട് വേണം ഡി പി സ്വിച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ന്യൂട്രലും ഫേസും തമ്മിലായിരിക്കും നമ്മൾ കൊടുക്കുക കണക്ഷൻ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കൂട്ടിമുട്ടിക്കുന്നതിന് തുല്യമാവും. അപ്പോൾ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത്രയാണ് ഡി പി സ്വിച്ച്. അപ്പോൾ ഡി പി സ്വിച്ച് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ടി വിയുടെ സെക്ഷൻ, ഒരു ടി വിയുടെ ഏരിയയിൽ വരുന്ന സെക്ഷന് വേണ്ടിയിട്ട് മൊത്തം ടി വിയുടെ ഏരിയയിലൊക്കെ ഡി പി സ്വിച്ച് മസ്റ്റായിട്ടും കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം വേറെ ഒന്നും ഇടിമിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ന്യൂട്രലാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്, ന്യൂട്രലിലൂടെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി പി സ്വിച്ച് കൊടുത്തതിന് ഒരു 90% നമുക്ക് ഈ പറഞ്ഞ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ടി വിയുടെ ഏരിയയിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാലും നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.